കളക്ടർമാരുടെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, മന്ത്രിസഭാ ഉപസമിതികൾ ഇതിനു മുമ്പ് 3 ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം നേതൃത്വത്തിൽ ചർച്ചകൾ ധാരാളം നടന്നു. ചർച്ച എന്ന് പറഞ്ഞാൽ പാത്രിയർക്കീസുകാർക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്താണെന്നറിയാവോ? കോടതി വിധി നടത്തിപ്പൊക്കെ കുറെ നാളത്തേക്ക് അവിടെ നിൽക്കും. കുറെ നാളത്തേക്ക് ഒന്നും നടക്കില്ല. എന്ത് ചോദിച്ചാലും അവിടെ ചർച്ച നടക്കുന്നു. എന്താ ഇന്ന് ഈ അടുത്തിടെ സംഭവിച്ചത്? അത് തന്നെയാണ്. പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചു. 3 പ്രാവശ്യം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മതിയായി. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ ഇട്ടച്ചും പോവാൻ, നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെന്റ് വെച്ച് വേണമെങ്കിൽ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഉടനെ തന്നെ അടുത്ത കേസ് വന്നപ്പോൾ ഗവൺമെന്റിന്റെ വക്കീല് സത്യവാങ്മൂലം സത്യമായി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ ചർച്ചകൾ കഴിയുന്നതുവരെ ഒരു കോടതി വിധിയും നടപ്പാക്കരുത്. ദിവന്നാസിയോസ് പിതാവിനെ വട്ടശ്ശേരി തിരുമേനിയെ യാതൊരു തത്വദീക്ഷയോ കാനൂനിക പിൻബലമോ ഇല്ലാതെ അബ്ദുള്ള പാത്രിയർക്കീസ് മുടക്കി. തുടർന്ന് പാത്രിയർക്കീസ് പുറപ്പെടുവിച്ചതായ കൽപ്പന വായിക്കുവാൻ തയ്യാറാകാതിരുന്ന ഒരു പള്ളിയാണ് വെട്ടിക്കുന്നേൽ പള്ളി എന്ന് അഭിമാനത്തോടുകൂടി നമ്മൾ പറയണം. വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിയ കൽപ്പന വായിക്കുവാൻ തയ്യാറാകാത്ത മറ്റൊരു ദേവാലയം കൂടെ നമുക്ക് സമീപമായി ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട്. അതാണ് നാലുനാക്കൽ സെന്റ് ആദായിസ് പള്ളി എന്നുള്ളതും കൗതുകകരമായ ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കേരള യാത്രയുടെ ഭാഗമായി മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ട് കടന്നു ചെന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസന സെക്രട്ടറി തോമസ് കുര്യനച്ചൻ ഉന്നയിച്ച സംശയങ്ങൾക്ക് വ്യക്തവും മാന്യവും രീതിയിലുള്ള മറുപടി നൽകുന്നതിന് പകരം ബഹുമാനപ്പെട്ട അച്ഛനെ ധാർഷ്ട്യത്തോടെ നിശബ്ദനാക്കിക്കൊണ്ട് പുരോഹിത വസ്ത്രത്തെ അവമതിക്കുകയും മോശമായി സംസാരിക്കുകയും സത്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുകയും പരിശുദ്ധ സഭയെ അവഹേളിക്കുകയും ചെയ്തതിൽ അതിശക്തമായി ഈ ഇടവക പ്രതിഷേധിക്കുന്നു. നേരിടുന്ന അവഗണനയും സഭയോടുള്ള നീതിരാഹിത്യത്തോടുകൂടിയ പെരുമാറ്റവുമെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിൽ സഭയെ അപഹാസ്യമാക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിലുള്ളവരും ഇതര സഭാംഗങ്ങളുമെല്ലാം പള്ളിപിടുത്തക്കാർ എന്നുള്ള പേരിൽ നമ്മളെ അപഹാസിക്കുമ്പോഴും കേരളത്തിന്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി പോലും ആ പ്രസ്താവനയെ ഏറ്റുപാടുന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. പൊതുസമൂഹത്തിന് അറിയാൻ പാടില്ലാത്ത ചില വസ്തുതകളെന്ന് പറയുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ല. ഇതിന്റെ സത്യം മനസ്സിലാക്കണമെങ്കിൽ 100 വർഷം പുറകോട്ട് പോകണം. 1840 മുമ്പ് ഒരു അന്ത്യോക്യ പാത്രിയർക്കീസ് പോലും മലങ്കരയിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും, ഒരു പട്ടക്കാരൻ പോലും അന്ത്യോക്യ പാത്രിയർക്കീസിൽ നിന്നും പട്ടമേറ്റിട്ടില്ല. 1875 ആ കാലത്ത് മലങ്കരയിൽ എത്തിയതാണ് ആദ്യമായിട്ടൊരു പാത്രിയർക്കീസ് വരുന്നത്. അതിനു മുമ്പും ഒരു പാത്രിയർക്കീസിനെ മലങ്കര കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് പറയപ്പെടുന്നത് 1-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ അന്ത്യോക്യ മലങ്കര ബന്ധം നിലനിന്നിരുന്നു എന്നുള്ള വ്യാജ വാർത്തകളൊക്കെ കൂടിയാണ്. 1911 ലൗകിക അധികാരം സമ്മതിച്ച് ഉടമ്പടി കൊടുക്കാത്തതിന്റെ പേരിൽ അബ്ദുള്ള പാത്രിയർക്കീസ് ബാവ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുകയും 911 ഇടവ മാസം 18-ാം തീയതി ദിവന്നാസിയോസ് പിതാവിനെ വട്ടശ്ശേരി തിരുമേനിയെ യാതൊരു തത്വദീക്ഷയോ കാനൂനിക പിൻബലമോ ഇല്ലാതെ അബ്ദുള്ള പാത്രിയർക്കീസ് മുടക്കി. തുടർന്ന് പാത്രിയർക്കീസ് പുറപ്പെടുവിച്ചതായ കൽപ്പന വായിക്കുവാൻ തയ്യാറാകാതിരുന്ന ഒരു പള്ളിയാണ് വെട്ടിക്കുന്നേൽ പള്ളി എന്ന് അഭിമാനത്തോടുകൂടി നമ്മൾ പറയണം. വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിയ കൽപ്പന വായിക്കുവാൻ തയ്യാറാകാത്ത മറ്റൊരു ദേവാലയം കൂടെ നമുക്ക് സമീപമായി ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട്. അതാണ് നാലുനാക്കൽ സെന്റ് ആദായിസ് പള്ളി എന്നുള്ളതും കൗതുകകരമായ ഒരു കാര്യമാണ്. ഒരു കാലത്ത് പാത്രിയർക്കീസിന്റെ വാക്കിന് മറുവാക്കില്ലാതിരുന്ന ഒരു കാലത്ത് കൽപ്പനയെ നിഷ്കരുണം തള്ളിക്കളഞ്ഞ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ പിമ്പിൽ നിന്നിരുന്ന ഒരു ഇടവകയാണ് നമ്മുടെ ഇടവക. സഭാതർക്കത്തിന്റെ രൂക്ഷമായ കാലഘട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭപതികളായ ബാവാകക്ഷിയച്ചന്മാർ വികാരിമാരായി തീർന്നിട്ടും വെട്ടിക്കുന്നേപ്പള്ളി എൽക്കാലവും അലങ്കര മെത്രാപ്പോലീത്തയുടെ പിന്നിൽ അണിനിരന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്.
925 വട്ടിപ്പണക്കേസ്, രണ്ടാം കാതോലിക്കയുടെ വാഴ്ച തുടങ്ങിയ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ സഭ കടന്നു പോകുമ്പോഴും പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ഈ ദേവാലയത്തിൽ താമസിച്ച് നിരവധി പേരുമായി കൂടിയാലോചനകൾ നടത്തി എന്നുള്ളതും നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. 1985 പരിശുദ്ധനായ മാത്യൂസ് പ്രഥമൻ ബാവ ഒരാഴ്ചക്കാലം ഈ ദേവാലയത്തിൽ താമസിക്കുകയും ഭാഷാ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത് കണ്ണിന് കണ്ടിട്ടുള്ള ഒരുപാട് പൂർവിക പിതാക്കന്മാർ ഇവിടെ ഇന്നും നിൽപ്പുണ്ട്. ദേവാലയത്തിന്റെ നിർമ്മാണഘട്ടത്തിലും ശാരീരികമായ ക്ഷീണത്തെ അവഗണിച്ചുകൊണ്ട് അവശതകളുടെ മധ്യത്തിലും ഈ ദേവാലയത്തിന്റെ പണി കാണുവാനായിട്ട് പരിശുദ്ധനായ ബാവ ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്. അതായത് മലങ്കര സഭയുടെ യുഗപ്രഭാവന്മാരായ എല്ലാ പിതാക്കന്മാരും ഈ ദേവാലയത്തെ അത്രമേൽ സ്നേഹിച്ചിരുന്നു എന്ന് വേണം കാണുവാനായിട്ട്. അതുകൊണ്ട് വെട്ടിക്കുന്നേൽ പള്ളിക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. പരിശുദ്ധ സഭ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവഗണനയിൽ നിന്നും അതിനുള്ളൊരു പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ് കേരള സമൂഹത്തോട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാര്യങ്ങളെ പറ്റി ആധികാരികമായി പറയുവാനായിട്ട് ഏറ്റവും ഉന്നതനായ ഒരു വൈദിക ശ്രേഷ്ഠനെയാണ് നമുക്ക് ഈ പെരുന്നാളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എത്രയും ബഹുമാനപ്പെട്ട കോനാട്ടച്ചൻ, വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പളും ഞങ്ങളുടെയൊക്കെ അഭിമന്യ ഗുരുനാഥനും അതുപോലെ മലങ്കര സഭയുടെ ഇന്നത്തെ നാവുമാണ്. സഭയുടെ ഔദ്യോഗിക വക്താവാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ ഇക്കാര്യങ്ങളെ പറ്റി സവിസ്തരം നിങ്ങൾക്കുണ്ടായിട്ടുള്ള പൊതുസമൂഹത്തിനുള്ള തെറ്റിദ്ധാരണകളെ പറ്റിയും ഇന്നത്തെ സഭയുടെ സങ്കടങ്ങളെ പറ്റിയും നേട്ടങ്ങളെ പറ്റിയുമെല്ലാം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സഭ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങൾ വളരെയധികമാണ് എന്നുള്ളത് നമുക്കറിയാം. നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ ഒരു സത്യാഗ്രഹം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ളതും പെട്ടുകൊണ്ടിരിക്കുന്നതും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കാണ്. അതിന് രണ്ട് തർക്കമില്ല, രണ്ട് പക്ഷമില്ല. ഒരു നുണ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ അത് സത്യമായി തീരും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് പ്രാവർത്തികമായിട്ട് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നുണയല്ല, ഒരു കൂട്ടം നുണകൾ വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ തലയിൽ അടിച്ചു കയറ്റി നുണ കൊണ്ട് സർവവും കെട്ടിയുണ്ടാക്കിയ ഒരു ഭവനമാണ് പാത്രിയർക്കീസ് വിഭാഗത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത്. ഒന്നാമത് അവരുടെ പേര് തന്നെ യാക്കോബായ. അപ്പൊ അവർ ചോദിക്കുന്നത് ഞങ്ങളാണ് ഭൂരിപക്ഷം. യാക്കോബായ എന്ന് എല്ലാവരുടെയും SSLC ബുക്ക് ഒന്ന് എടുത്ത് നോക്കിക്കേ. അവിടെ എല്ലാം യാക്കോബായ എന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. ഓർത്തഡോക്സ് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? 10-15 പേരുടെ SSLC ബുക്കിൽ എഴുതി വെച്ചുകൊണ്ടിരിക്കും. ശരിയാണ്. കാരണം യാക്കോബായ സഭ എന്നുള്ളത് ഓർത്തഡോക്സ് സഭയുടെ മലങ്കര സുറിയാനി സഭയുടെ ഒരു അപരനാമമാണ്. അത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ ശരിയായ പേര് ഓർത്തഡോക്സ് സഭ എന്നാണ് എങ്കിലും മറ്റൊരു പേരിലും ഈ സഭ അറിയപ്പെടുന്നു, യാക്കോബായ എന്ന പേരിലാണ്. അപ്പൊ അതുകൊണ്ട് യാക്കോബായ എന്നുള്ള പേര് വേറെ ആർക്കും ഈ മണ്ണിൽ, അതായത് ഭാരതത്തിന്റെ മണ്ണിൽ ഉപയോഗിക്കാനായിട്ട് അവകാശമില്ല. അത് നമുക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ പേര് അവര് എടുത്തിട്ട് അതാണ് ശരിയായ പേര്, ഞങ്ങളുടെ ആളുകളാണ് ഈ മലങ്കരയിൽ മുഴുവനും എന്ന് നുണ പറഞ്ഞു പരത്തുകയാണ്. വാസ്തവം പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഓർത്തഡോക്സ് എന്നുള്ള ഒരു വിഭാഗത്തിന്റെ പേര് പോലും സർക്കാർ രേഖകളിലില്ല. കാരണം നമ്മളെല്ലാവരും തൃപ്തരായിരുന്നു, യാക്കോബായ എന്ന് എഴുതിയാൽ മതിയല്ലോ, അത് നമ്മളെ തന്നെ സൂചിപ്പിക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്ന് അതിന് പുതിയ ഒരു മാനം കൊടുത്ത്, പുതിയ ഒരു വ്യാഖ്യാനം കൊടുത്ത് അവരാണ് ഇവിടെ മുഴുവൻ എന്ന് പ്രചരിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് യാക്കോബായ സഭ LDFന് പരസ്യമായി സപ്പോർട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? യാക്കോബായ സഭ എന്ന് പറയുന്ന പാത്രിയർക്കീസ് വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്നത് ഉള്ളത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. എറണാകുളം ജില്ലയിൽ എന്ത് സംഭവിച്ചു? അവിടെ ജയിച്ചത് മുഴുവൻ UDFകാരാണ്. നമുക്കറിയാം, പന്തളത്തും അവിടെ കൊട്ടാരക്കരയും അതുപോലെയുള്ള പ്രദേശങ്ങളിലൊന്നും യാക്കോബായക്കാർക്ക് പള്ളിയുണ്ടോ? ഏതെങ്കിലും 1-2 പള്ളി അവിടെ എവിടെയെങ്കിലും കണ്ടെങ്കിലായി. ജനങ്ങളുണ്ടോ? 10-15 പേരുണ്ടെങ്കിലായി. അപ്പൊ അവിടെയൊക്കെ ഇപ്പൊ അവർ പറയുന്ന അവിടെയൊക്കെ LDF ജയിച്ചത് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണെന്നാ പറയുന്നത്. എന്താ മോശമാണോ? ഇത് കേട്ടിട്ട് കുറെ പത്രങ്ങൾ അത് ഏറ്റുപാടുകയാണ്. പാത്രിയർക്കീസ് വിഭാഗം LDFനെ തുണച്ചത് കൊണ്ടാണ് അവർക്ക് കേരളത്തിൽ മൊത്തം വിജയമുണ്ടായത് എന്ന്. എന്തോ ഒരു നുണയാണ്.
എന്തോ ഒരു അസത്യമാണ്. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കൊരു 50-55 വയസ്സിന് താഴെയുള്ളവർക്കൊന്നും നേരിട്ടൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് 70 മുതലുള്ള കാര്യങ്ങൾ. 1958 സഭയിൽ സമാധാനമുണ്ടായി. സഭ മുഴുവനും ഒന്നായി തീർന്നു. 34 ഭരണഘടനയനുസരിച്ച് ഈ സഭ ഭരിക്കപ്പെടുമെന്ന് ഇരുവിഭാഗങ്ങളും ചേർന്ന് അംഗീകരിച്ചതിന് ശേഷമാണ് 58 സഭ ഒന്നായത്. 12 വർഷം കഴിഞ്ഞപ്പോൾ പാത്രിയർക്കീസ് ബാവ ഒരു പുതിയ കൽപ്പന, അതുവരെ ഇല്ലാതിരുന്ന നൂതനമായിട്ടുള്ള ചില ആർഗ്യുമെന്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് കൽപ്പന അയച്ച് ക്രമം 34 ഭരണഘടന അനുസരിച്ച് സഭ മുഴുവൻ ഭരിക്കപ്പെട്ടുകൊള്ളാമെന്ന് 58 വാഗ്ദാനം ചെയ്തിട്ട് അതിനെതിരായിട്ട് മെത്രാപ്പോലിത്തന്മാരെ വാഴിക്കുക. ഈ മെത്രാപ്പോലിത്തന്മാർ 73-74 കാലത്ത് ഇവിടെ വന്നിട്ട് എന്താ ചെയ്തത്? വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ആളുകളെ നിരത്തി നിർത്തി പട്ടം കൊടുത്തു. അച്ഛന്മാരും ഷമ്മാശന്മാരുമായിട്ട്. സെമിനാരി വിദ്യാഭ്യാസവും വേണ്ട, ഒരു വിദ്യാഭ്യാസവും വേണ്ട. അച്ഛനാവാൻ തയ്യാറാണോ? ആയിക്കോട്ടെ തിരുമേനി, എന്നാ നീ നാളെ വന്നേരെ പള്ളിയിലേക്ക്, നിനക്കും തരാം. അങ്ങനെ നിരത്തി നിർത്തി അനേകരെ പട്ടം കൊടുത്ത് അച്ഛന്മാരും ഷമ്മാശന്മാരും ആക്കി വിട്ടിട്ട് ഓർത്തഡോക്സ് സഭയുടെ ഭരണത്തിന് കീഴിലിരുന്ന 34 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെട്ടിരുന്ന എറണാകുളം ഡിസ്ട്രിക്ട് മുതൽ പ്രത്യേകിച്ച് വടക്കൻ ഭാഗത്തുള്ള പള്ളികൾ മുഴുവനും കയ്യേറി അവിടുന്ന് ഭരണം നടത്തിക്കൊണ്ടിരുന്ന വ്യവസ്ഥാപിത വികാരിമാരെ അടിച്ചോടിച്ചു. ഈ ഓളം കയറി വരുന്നത് കണ്ടപ്പോഴത്തേക്കും കുറെ അച്ഛന്മാര് സുല്ലിട്ടു, ഞങ്ങളെ കണ്ട് ഈ വഴക്കിനൊന്നും പറ്റില്ല, അത് കാരണം ആ കൂടെ അങ്ങോട്ട് നിന്നേക്കാന്ന് പറഞ്ഞു. ആ കൂടെ അങ്ങ് നിന്നേച്ചാല് വലിയ കുഴപ്പമില്ലല്ലോ, ദേഹോദ്രവം ഏൽക്കണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ കുറെ പഴയ അച്ഛന്മാരെയും ഇവർ സമ്പാദിച്ചു, കുറെ പുതിയ അച്ഛന്മാരെയും. നമ്മുടെ വൈദികരെ പള്ളികളിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ട് അവർക്ക് കുർബാന ചൊല്ലാൻ പള്ളികളില്ല, അവർക്ക് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല. വൈദികർ വളരെ പ്രതിസന്ധിയിലായി. അങ്ങനെയാണ് ആദ്യം വൈദിക ക്ഷേമനിധി ഉണ്ടാക്കുന്നത്, ഈ വൈദികരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് തുച്ഛമായിട്ടുള്ള ശമ്പളം കൊണ്ട് അല്ലെങ്കിൽ വരുമാനം കൊണ്ട് മുണ്ടുമുറുക്കി കൊടുത്ത് ആ പ്രദേശത്തുള്ളതായ വൈദികർ വർഷങ്ങളോളം കഴിഞ്ഞത്. അതിനുശേഷം കേസ് ഇങ്ങനെ നീണ്ടു പോയപ്പോഴാണ് കാതോലിക്ക സെന്ററുകളും ചാപ്പലുകളും മറ്റാരാധനാ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായി ഈ വൈദികരെയൊക്കെ നിയമിക്കാനും അവർക്കൊക്കെ ശമ്പളം കൊടുക്കാനുമുള്ള സാധ്യത ഉണ്ടായത്. ഇങ്ങനെ നൂറ്റാണ്ടുകൾ മുമ്പ് സഭയിൽ വിഘടനവും വഴക്കും ഇല്ലാതിരുന്ന കാലത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് പടുത്തുയർത്തിയ പള്ളികൾ, കോതമംഗലമായാലും കടമറ്റമായാലും കോലഞ്ചേരി ആയാലും ഏത് പള്ളിയായാലും 1958 മുമ്പ് പണിത എല്ലാ പള്ളികളും ഇരുവിഭാഗങ്ങളും ഒരുമിച്ച് നിന്ന് പടുത്തുയർത്തിയവയാണ്. എന്നിട്ട് ഇന്നിപ്പോ പറയാ ഞങ്ങളുടെ പള്ളികൾ, ഞങ്ങളുടെ പിതാക്കന്മാര് പിടിയേരി വിരിച്ചും അധ്വാനിച്ചും വേർത്തും കല്ല് ചുമന്നും ഉണ്ടാക്കിയ പള്ളികൾ. നമ്മുടെ പിതാക്കന്മാർ അന്നേരം എവിടെ പോയേക്കുമായിരുന്നു? മാങ്ങ പറിക്കാൻ പോയേക്കുമായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അന്നേരം എവിടെ പോയേക്കുമായിരുന്നു? എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ തന്നെ തോളോട് തോള് ചേർന്ന് നിന്ന് വിഘടനമില്ലാത്ത വഴക്കില്ലാത്ത രണ്ട് ഗ്രൂപ്പില്ലാത്ത ഒരു സഭയിൽ ഒരുമിച്ച് നിന്ന് പണിത പള്ളികൾ എങ്ങനെ ഭരിക്കപ്പെടണം എന്നുള്ളത് മാത്രമേ ഇന്ന് തർക്കമുള്ളൂ. ഞങ്ങളുടെ വിശ്വാസം വേറെയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് അവകാശം നൽകുന്നുണ്ട് എന്നവർ പറയുന്നു. ശരിയാണ്, ഒരു കുഴപ്പമില്ല. വിശ്വാസം വേറെയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് നിന്നു. പക്ഷേ മലങ്കര സഭയുടെ പള്ളികൾ ഇന്ന ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണമെന്നുള്ളതാണ് സുപ്രീം കോടതിയും അതിനുശേഷം കീഴ്ക്കോടതികളും എല്ലാം വിധിച്ചിട്ടുള്ളത്. ഇത് ജഡ്ജിമാരെ സ്വാധീനിച്ചുണ്ടാക്കിയ വിധിയാണ്, ഇപ്പോഴുള്ള ആരോപണമാണ്. എങ്ങനെ സാധിക്കും? ഒരു ജഡ്ജിയോ 2 ജഡ്ജിയോ 3 ജഡ്ജിയോ ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും സ്വാധീനിക്കാമായിരുന്നു വിചാരിക്കുക. പക്ഷെ ഇതല്ല. കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായി 10, 35, 40ഓളം വിവിധ ന്യായാധിപന്മാർ കേട്ട് തീർപ്പ് കൽപ്പിച്ച കേസാണിത്. എല്ലാവരും ഒരേ ലൈനിൽ തന്നെയാണ് വിധി എഴുതിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ മറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം തന്നെ അതിന്റെ മേൽക്കോടതി അതിനെ റദ്ദ് ചെയ്തിട്ടുമുണ്ട്. ഇതിന്റെ കാരണം എന്താണ്? ഒരു കേസ് പോലും പാത്രിയർക്കീസ് വിഭാഗത്തിന് വിജയിക്കാൻ സാധിക്കാതെ കോലഞ്ചേരി പള്ളിയുടെ കേസാണ് എല്ലാത്തിനും അടിസ്ഥാനമായത്. ഓർക്കണം, കോലഞ്ചേരി പള്ളിയുടെ കേസ് കൊടുത്തത് കീഴ്ക്കോടതി മുതൽ കൊടുത്തത് പാത്രിയർക്കീസ് വിഭാഗമാണ്. കീഴ്ക്കോടതിയിൽ തോറ്റപ്പോൾ അവർ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു, അവിടെ തോറ്റപ്പോൾ അവർ തന്നെ സുപ്രീം കോടതിയിൽ അപ്പീലും കൊടുത്തു. അങ്ങനെ അവസാനം വിധിയെല്ലാം എതിരായപ്പോൾ കേസ് കൊടുത്ത വാദികൾ തന്നെ പറയുകയാണ്, ഇത് ഞങ്ങൾ അനുസരിക്കില്ല. ചർച്ചയ്ക്ക് വന്നാലും ഇത് തന്നെയാണ് ഗതി. അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ശരി കൊള്ളാം, ഇത് അനുവദിക്കാം. എന്നാലും മധ്യസ്ഥന്മാർ പറയുകയാണ്, അവർക്ക് അവരുടെ തത്വത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഈ മധ്യസ്ഥൻ ശരിയല്ല, ഇയാൾ പോട്ടെ. 1995 സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായി.
ആ വിധി നടത്തിപ്പാനായിട്ട് നമുക്കറിയാം പരിമല വലിയൊരു അസോസിയേഷൻ കൂടി 2002 ആ അസോസിയേഷൻ കൂടിയപ്പോൾ പാത്രീർക്കീസ് വിഭാഗം ശഠിച്ചു. ഈ അസോസിയേഷൻ ഒരു നിഷ്പക്ഷനായിട്ടുള്ള നിരീക്ഷകന്റെ നേതൃത്വത്തിൽ നടക്കണം. അങ്ങനെ കോടതി തന്നെ പറഞ്ഞു പഴയ കേരള ചീഫ് ജസ്റ്റിസ് മളിമഠ് നിരീക്ഷകനായിട്ടിരിക്കട്ടെ. അവരോട് ചോദിച്ചു സമ്മതമാണോ? ഓ സമ്മതം. നമ്മളോട് ചോദിച്ചു സമ്മതമാണോ? ഓ സമ്മതം. എന്നാൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഫീസൊക്കെ കെട്ടിവെക്കാൻ പറഞ്ഞു. പകുതി നമ്മളും പകുതി അവരും കെട്ടിവെച്ചു. ഇതെല്ലാം കഴിഞ്ഞ അസോസിയേഷന് മുമ്പ് ഈ പറയുന്ന ജസ്റ്റിസ് മളിമഠ് അസോസിയേഷൻ ഓവർസിയറായിട്ട് നിരീക്ഷകനായിട്ട് കാര്യങ്ങൾ ഏറ്റു നടത്തുവാൻ കോട്ടയത്ത് വന്ന് ഇരുവിഭാഗങ്ങളെയും ക്ഷണിച്ച് ചർച്ച ആരംഭിച്ചപ്പോൾ ഒരു ദിവസം വന്നു. രണ്ടാമത്തെ പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഇവർ വന്നിരുന്നിട്ട് ആ കടലാസല്ല അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒറ്റ പോകും ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഞാൻ വിചാരിച്ചത് ക്രിസ്തീയ സഭയാണ് എന്നാണ്. ബഹുമാനപ്പെട്ട KM ജോർജിന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. KM ജോർജ് ചർച്ചകളിൽ പങ്കെടുത്തതാണ്. ഇതൊരു ക്രിസ്തീയ സഭയാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ ഇപ്പൊ കാണുന്നത് അതൊന്നുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ മധ്യസ്ഥനെ അവർ ഉപേക്ഷിച്ചു. അപ്പൊ സംഗതി ഇതാണ്, ആരെങ്കിലും അനുകൂലമായിട്ട് പറഞ്ഞാൽ കേൾക്കും. എത്രയോ മധ്യസ്ഥ ശ്രമങ്ങൾ 75 മുതല് കേസ് കൊടുത്തത് തന്നെ അനേക ചർച്ചകൾക്ക് ശേഷമാണ്. അതൊന്നും വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് കളക്ടർമാരുടെ നേതൃത്വത്തില്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തില്, മന്ത്രിസഭാ ഉപസമിതികൾ ഇതിനു മുമ്പ് 3 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം നേതൃത്വത്തിൽ ചർച്ചകൾ ധാരാളം നടന്നു. ചർച്ച എന്ന് പറഞ്ഞാൽ പാത്രീർക്കീസുകാർക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്താണെന്നറിയാവോ? കോടതി വിധി നടത്തിപ്പൊക്കെ കുറെ നാളത്തേക്ക് അവിടെ നിൽക്കും. കുറെ നാളത്തേക്ക് ഒന്നും നടക്കില്ല. എന്ത് ചോദിച്ചാലും അവിടെ ചർച്ച നടക്കുന്നു. എന്താ ഇന്ന് ഈ അടുത്തിടയിൽ സംഭവിച്ചത്? അത് തന്നെയാണ്. പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചു. 3 പ്രാവശ്യം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മതിയായി. അദ്ദേഹം പറഞ്ഞു ഇന്ന് ഞാൻ ഇട്ടച്ചും പോവാൻ, നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെന്റ് വെച്ച് വേണമെങ്കിൽ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഉടനെ തന്നെ അടുത്ത കേസ് വന്നപ്പോൾ ഗവൺമെന്റിന്റെ വക്കീല് സത്യവാങ്മൂലം സത്യമായി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ ചർച്ചകൾ കഴിയുന്നതുവരെ ഒരു കോടതി വിധിയും നടപ്പാക്കരുത്. അങ്ങനെയൊന്നുമല്ല എഴുതിയത്, എങ്കിലും ഞാൻ അതിന്റെ അർത്ഥം ഉള്ളടക്കം അങ്ങോട്ട് പറയുക. ഈ ചർച്ച കഴിയുന്നവരെ ആരും ഒന്നും ചെയ്യരുത് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇരുവിഭാഗവും അത് സമ്മതിച്ചതാണെന്ന് പറഞ്ഞു. എന്നിട്ട് മിനിറ്റ്സ് ഹാജരാക്കി. അപ്പോ ജഡ്ജി ചോദിച്ചു, ഈ മിനിറ്റ്സിൽ എവിടെയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ചർച്ച തീരുന്നതുവരെ ഇരുവിഭാഗവും അനങ്ങര എന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? കോടതി വിധി നടപ്പാക്കരുത് എന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? കോടതി വിധി താമസിപ്പിക്കണമെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? പാത്രീർക്കീസുകാർക്ക് ചർച്ച വലിയ ഇഷ്ടമാണ്. കാരണം കോടതി വിധി തൽക്കാലം അവിടെ നിൽക്കുമല്ലോ. ഇപ്പൊ തന്നെ കോതമംഗലം പള്ളി ജനുവരി 8-നകം ഏറ്റെടുത്തിരിക്കുന്നു പറയിക്കുകയാണ്. നാളെയാണ് ദിവസം അല്ലേ? നാളെയാണ് 8-ാം തീയതി എന്ന് പറയുന്നത്. ഇന്ന് ഗവൺമെന്റ് കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ രസം. പാത്രീർക്കീസ് വിഭാഗത്തിന്റെയും ഓർത്തഡോക്സ് സഭയുടെയും കേസിൽ ഗവൺമെന്റ് എന്തിന് കക്ഷി പിടിക്കുന്നു? പക്ഷം പിടിക്കുന്നു. ഇവിടെ പക്ഷം പിടിച്ചിരിക്കുകയാണ്. പാത്രീർക്കീസ് കക്ഷിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് കേസ് നടത്തുകയാണ്. കോതമംഗലം വിധി നടപ്പാക്കരുത്, CRPF-നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായിരുന്നാലും മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം നീതിന്യായ കോടതികളുടെ ഉത്തരവിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ഒരു പ്രശ്നമില്ല. നീതിന്യായ കോടതികൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ പറയുന്നത് കെമാൽ ബാഷ എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ, അദ്ദേഹം സർവീസിൽ ഇരുന്ന കാലത്തൊക്കെ മലങ്കര സഭയ്ക്ക് അനുകൂലമായിട്ടാണ് വിധി തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ സർവീസിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ വിധിയൊക്കെ നിയമപരമാണ്, പക്ഷേ ഇത് നീതിയല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ നീതിയുക്തമല്ല എന്നാണ് അതിന്റെ അർത്ഥം. നീതിയുക്തമല്ല. അദ്ദേഹം ഈ നീതിയുക്തമല്ലാത്ത നിയമ സംവിധാനത്തിന്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ടാണ് ഏതാനും വർഷങ്ങൾ വിധി പ്രഖ്യാപിച്ചിരുന്നത് എന്നർത്ഥം. വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ അപ്പപ്പ തോന്നുന്നത് അപ്പപ്പം വിളിച്ചു പറയുന്ന സ്വഭാവം ഇതാണ് പാത്രീർക്കീസ് പക്ഷവും അവരോടൊപ്പം നിൽക്കുന്ന എല്ലാ ആളുകളും, അവർക്ക് സപ്പോർട്ട് പ്രഖ്യാപിക്കുന്നവരും പൊതുജനത്തിന് അറിയുകയുമില്ല. മാധ്യമങ്ങളാണെങ്കിലും അവർക്കും ശരിക്കും പറഞ്ഞാൽ അറിയില്ല. നാളെ 2 മാധ്യമക്കാർ, നമ്മുടെ ആളുകളൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിൽ അവർ ഉപമിക്കുന്നത് എന്താ, ഇന്നിപ്പോ CPI-യുടെ ഓഫീസുകൾ മുഴുവനും CPM-ന് കൊടുക്കണമെന്നൊരു സുപ്രഭാതത്തിൽ വിധിച്ചാൽ എങ്ങനെ ഇരിക്കും, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്, അതുപോലെയാണിത്. അതെങ്ങനെ ശരിയാവും? ഒരു കാലത്തും ശരിയല്ല. CPI-യും CPM-ഉം തമ്മിൽ ഒരു പ്രശ്നം ഇപ്പോൾ ഇല്ല. അത് തന്നെയല്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഉടനെയാണെങ്കിൽ തിരക്കേടില്ല,
ഇത് വർഷങ്ങൾ കഴിഞ്ഞു. 1958 പോലെ ഒരുമിച്ച് നിന്നവര് അവര് കേസ് കൊടുത്ത് വിവിധ ന്യായാധിപന്മാര് അതിന്റെ വിവിധ തലങ്ങളെല്ലാം കേട്ട് തീരുമാനിച്ച് ഉറച്ച ഒരു സംഗതി. അതിന്റെ റിവ്യൂ പെറ്റീഷനും ക്യൂറേറ്റീവ് പെറ്റീഷനും എല്ലാ നടപടികളും തീർന്നു കഴിഞ്ഞു. ഇത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ വിധിച്ചതല്ല. ക്ലെയിം 1975 മുതൽ നിലനിൽക്കുകയാണ്. അതിനെ സംബന്ധിച്ച് കേസുകൾ നടത്തിയിട്ടാണ്. അല്ലാതെ വെറുതെ ഒരു ദിവസം ഇത് മുഴുവൻ എടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ പറയുകയല്ല ചെയ്യുന്നത്. അത് തന്നെയല്ല, ഇവിടെ കയ്യേറുന്ന പ്രശ്നമില്ല. പള്ളികൾ മുഴുവനും നമ്മൾ കയ്യേറിയിട്ട് മറ്റുള്ളവരെ അടിച്ചോടിക്കുന്ന പ്രശ്നമല്ല ഇവിടെ. അങ്ങനെ അടിച്ചോടിക്കുന്നുമില്ല. പിന്നെ അവർ തന്നെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഓർത്തഡോക്സ് സഭയിലെ അച്ഛൻ കുർബാനയെല്ലാം വരുമ്പോൾ പിശാച് കുരിശ് കണ്ടതുപോലെ ഓടിപ്പോവുകയാണ്, ഇറങ്ങിപ്പോവുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാൻ പാടില്ല. നമുക്കും കിട്ടിയിരിക്കുന്നതായ പട്ടത്വം കൃത്യവും ശുദ്ധവുമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ വിശുദ്ധ മൂറോനല്ല എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാ? പാത്രിയർക്കീസിന്റെ കൈ ആവസിപ്പിച്ചാലേ മൂറോനിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങും അത്രേ. എന്നാല് പാത്രിയർക്കീസ് വിഭാഗം തന്നെ അവരുടെ മുളന്തിരുത്തി സെമിനാരിയിൽ നിന്ന് അച്ചടിച്ച് പുറത്തിറക്കിയിരിക്കുന്ന ഹൂദായ കാനൂനിൽ പറയുന്നു, പാത്രിയർക്കീസിനും കാതോലിക്കായിക്കും അല്ലാതെ വേറെ ആർക്കും മൂറോൻ കൂദാശ ചെയ്യാൻ അവകാശമില്ല. പാത്രിയർക്കീസിനും കാതോലിക്കായിക്കും അല്ലാതെ വേറെ ആർക്കും കൂദാശ ചെയ്യാൻ അവകാശമില്ല. 1963-64 കാലത്ത് പരിശുദ്ധ ഔഗേൻ ബാവ സ്ഥാനമേറ്റതിന് ശേഷം വിശുദ്ധ മൂറോൻ കൂദാശ നടത്തി. ആ മൂറോനാണ് ഈ 70 വരെയും 75 വരെയും നമ്മുടെ സഭയിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ കാലത്ത് അന്ത്യോക്യയിൽ വിശുദ്ധ മൂറോൻ ആരും കൊണ്ടുവന്നതായിട്ട് എങ്ങും എഴുതിയിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ ഒരു തർക്കത്തിന് വേണ്ടി പറയാം, അന്നും ഞങ്ങളുടെ ബാവാമാർ അവിടുന്ന് വന്നപ്പോൾ പ്ലെയിനിന്റെ അകത്ത് മൂറോനും കൊണ്ട് വന്നായിരുന്നു, അതാ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ തർക്കത്തിന് വേണ്ടി പറയാമെന്നേ ഉള്ളൂ. പക്ഷെ അതൊന്നും സത്യമല്ല. മലങ്കര സഭ മുഴുവൻ ഉപയോഗിച്ചിരുന്നത് ഏക മൂറോനാണ്. അത് കഴിഞ്ഞ് ഇന്നിപ്പോ പെട്ടെന്ന് പറയുകയാണ്, പാത്രിയർക്കീസ് കൂദാശ ചെയ്താലേ മൂറോനാവുകയുള്ളൂ. വിശുദ്ധ കുർബാന കഴിഞ്ഞ് നിങ്ങളിരിക്കുകയാണ്. നിങ്ങളുടെ സമയം അതിദീർഘം കൂടുതൽ ഒരുപാട് നേരം എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സത്യമല്ലാതെ ഓർത്തഡോക്സ് സുറിയാനി സഭ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പരിശുദ്ധ ബാവാതിരുമേനി ഒരു പ്രാവശ്യം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ചെയ്ത തെറ്റെന്താണെന്നൊന്ന് പറ ആരെങ്കിലും. 1958 കോടതി വിധി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് വിധിച്ച് കിട്ടിയതായ കോടതി ചെലവ് വേണ്ടെന്ന് വെച്ചതാണോ തെറ്റ്? 34 ഭരണഘടന അനുസരിച്ച് ഇനി മുതൽ സഭ മുഴുവനും ഭരിച്ചുകൊള്ളാമെന്നും പറഞ്ഞ് പാത്രിയർക്കീസിന്റെ പ്രതിനിധി ഇങ്ങോട്ട് കൽപ്പന തരികയും നമ്മൾ ഈ ഭരണഘടനയ്ക്ക് വിധേയമായി പാത്രിയർക്കീസിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് 58 പഴയ സെമിനാരിൽ വെച്ച് അങ്ങോട്ട് കൽപ്പന കൊടുക്കുകയും ചെയ്ത ആ എഗ്രിമെന്റ് വ്യവസ്ഥകൾ വള്ളിപുള്ളി തെറ്റിക്കാതെ പാലിച്ചു പോന്നതാണോ ഓർത്തഡോക്സ് സഭയുടെ തെറ്റ്? ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന അനുസരിച്ച് കണക്കും അടിച്ചുകെട്ടുമുള്ള ഒരു ഭരണം ഇവിടെ നടത്തിയതാണോ ഓർത്തഡോക്സ് സഭയുടെ പിതാക്കന്മാരെ ചെയ്തതായ തെറ്റ്? വെറുതെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി കുറെ ആളുകൾക്ക് കുറെ സ്ഥാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വഴക്കാണ് ഇത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം നേർവഴി കാണിച്ചു. 1974-75 കാലത്ത് ഒരു പ്രശ്നവുമില്ലാതിരുന്ന പള്ളികൾ കയ്യേറി കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടുന്ന് ഒരു സംഘം ഒരു വിഭാഗം ആളുകളെ പുറത്താക്കി പിടിച്ചെടുത്ത് 40 വർഷത്തോളം ദുർഭരണം നടത്തി അടിച്ചൊതുക്കി ഭരിച്ചതിന്റെ പ്രതികരണമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതികാരമായി പോയി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിധികളെല്ലാം ഇതുപോലെ വന്ന് ഇന്ന് പള്ളികൾ 34 ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടണമെന്ന് കോടതികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വിധി എഴുതുന്നത്. നമ്മളൊന്നും കയ്യേറുന്നില്ല, നമ്മൾ ആരെയും ഇറക്കി വിടുന്നില്ല. ഈ ഭരണഘടന അനുസരിച്ച് പള്ളി ഭരിക്കണം. അതനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട മെത്രാപ്പോലീത്തായാൽ നിയമിതനാകുന്ന വികാരി ആയിരിക്കണം കൂദാശ നടത്തുന്നത്. ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നിങ്ങളുടെ വിശ്വാസം വ്യത്യസ്തമാണെങ്കിൽ ഒരു വിരോധവുമില്ല, ഞങ്ങൾ പീഡിപ്പിക്കാൻ വരില്ല, നിങ്ങൾക്ക് പോകാം, വേറെ പള്ളി വയ്ക്കാം, യാതൊരു വിരോധവുമില്ല. അപ്പോൾ ഈ നിലപാടിൽ സഭ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനെ ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും, ഏതൊരു സാമൂഹ്യ വ്യവസ്ഥയോ ഓർഗനൈസേഷനോ ഇതര സഭകളോ ഒന്നും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ടുള്ളതായ ആത്മബലമുണ്ട്. കാരണം സത്യത്തിന് വേണ്ടിയാണ് ഓർത്തഡോക്സ് സഭ നിലനിൽക്കുന്നത് എന്നുള്ളതിന്റെ ഉറച്ച ബോധ്യവും വിശ്വാസവും നമുക്ക് നേതൃത്വം നൽകുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്കും അഭിമന്യരായ മെത്രാപ്പോലിത്തന്മാർക്കും വൈദികർക്കും കൂടെ നിൽക്കുന്ന ജനങ്ങൾക്കും ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല.
ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് കോട്ടയം മെത്രാസനം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ പ്രതിഷേധ പ്രമേയം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതവും 2000 വർഷത്തെ ചരിത്രവും പേറുകയും ചെയ്യുന്ന തികച്ചും ഭാരതീയമായ സഭയാണ്. നാളിതുവരെയുള്ള ചരിത്രത്തിൽ രാജ്യത്തിന്റെ നിയമമനുസരിച്ച് നിലകൊള്ളുകയും നിയമവ്യവസ്ഥയോടെ പൂർണ്ണ വിധേയത്തിൽ കഴിയുകയും ചെയ്യുന്ന സഭയാണ് മലങ്കര സഭ. ദീർഘകാലത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സഭയ്ക്ക് അനുകൂലമായി ലഭിച്ച വിധി നടപ്പിലാക്കാൻ തയ്യാറാകാത്ത സർക്കാരിന്റെ നിലപാടിൽ ഈ ഇടവക അത്യധികമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നിരവധി തവണ വിധി പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടും നിയമവിരുദ്ധമായി വിഘടിത വിഭാഗത്തെ സഹായിക്കുന്ന സർക്കാർ നടപടി പ്രതിഷേധകരമാണ്. ഭാരതത്തിന്റെ ഭരണഘടന പ്രകാരമുള്ള കോടതി വിധികൾ അവഗണിച്ചുകൊണ്ട് വിഘടിത വിഭാഗം നടത്തുന്ന സംഘം ചേർന്നുള്ള വെല്ലുവിളികളെയും അക്രമങ്ങളെയും പ്രതിരോധിക്കാതെയും ജനങ്ങൾ നൽകുന്ന നികുതി പണം വികസന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ നിയമസാധ്യതയില്ലാത്ത ഒരു വിഭാഗത്തെ പരോക്ഷമായി സഹായിച്ചുകൊണ്ട് വ്യവഹാരങ്ങൾ നടത്തുന്നതും പ്രതിഷേധാർഹമാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കേരള യാത്രയുടെ ഭാഗമായി മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ട് കടന്നു ചെന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസന സെക്രട്ടറി തോമസ് കുര്യനച്ചൻ ഉന്നയിച്ച സംശയങ്ങൾക്ക് വ്യക്തവും മാന്യവും രീതിയിലുള്ള മറുപടി നൽകുന്നതിന് പകരം ബഹുമാനപ്പെട്ട അച്ഛനെ ധാർഷ്ട്യത്തോടെ നിശബ്ദനാക്കിക്കൊണ്ട് പൗരോഹിത്യ വസ്ത്രത്തെ അവമതിക്കുകയും മോശമായി സംസാരിക്കുകയും സത്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുകയും പരിശുദ്ധ സഭയെ അവഹേളിക്കുകയും ചെയ്തതിൽ അതിശക്തമായി ഈ ഇടവക പ്രതിഷേധിക്കുന്നു. സുപ്രീം കോടതി വിധി മറിച്ച് ഒരു വിധി വരുന്നതുവരെ അന്തിമമാണെന്ന പ്രാഥമിക ജ്ഞാനം ഒരു ജനാധിപത്യ സർക്കാരിനെ ഉണ്ടാകേണ്ടതാണ്. 1970 മുതൽ നിയമ പോരാട്ടത്തിൽ ഏർപ്പെട്ട മലങ്കര സഭ വിശ്വസിച്ചത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതിയിലാണ്. പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ പ്രത്യേകിച്ച് വടക്കൻ പ്രദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ വിശ്വസിച്ചത് നിയമപരമായി തങ്ങളുടെ അവകാശം സ്ഥാപിക്കുവാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന ബോധ്യത്തിലാണ്. സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഔദാര്യം ആവശ്യപ്പെടുന്നില്ല. ഭരണഘടന പ്രകാരം ലഭിച്ച അവകാശം നടപ്പിലാക്കണമെന്ന് മാത്രമാണ് സഭയുടെ ആവശ്യം. എന്നാൽ നിയമസാധ്യതയില്ലാത്ത ഒരു വിഭാഗത്തെ സഹായിക്കുക വഴി അരാജകത്വത്തിലേക്ക് സമൂഹത്തെ നയിക്കുകയാണ് സർക്കാർ നടപടികൾ. അത്തരം പ്രവർത്തനങ്ങൾ ദൂരവ്യാപകമായ അനർത്ഥങ്ങൾക്ക് കാരണമാകുന്നതിനാൽ നീതിയും ന്യായവും ധർമ്മവും പുലർത്തുവാൻ ഇന്ത്യൻ ഭരണഘടനാപരമായ ബാധ്യതകൾ സർക്കാർ മനസ്സിലാക്കി അതനുസരിച്ചുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടയം മെത്രാസനം വാകത്താനം വെട്ടിക്കുന്നേൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക 2021 ജനുവരി 7-ാം തീയതി പള്ളിയിൽ കൂടിയ യോഗത്തിൽ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു. അനുവാദകൻ സജി പി ജോസഫ് പുന്നശ്ശേരിൽ, അവതാരകൻ പി ഐ ജോണിക്കുട്ടി പുന്നശ്ശേരിൽ. ജയ് കാതോലിക്കോസ്.